എം പ്രകാശൻ, അഡ്വക്കേറ്റ് ആശയ്ക്ക് നിങ്ങൾക്കൊപ്പം നിന്ന് നിങ്ങൾ പ്രതീക്ഷ വെച്ചിരുന്ന ഒരു നേതാവാണല്ലോ. അഡ്വക്കേറ്റ് ആശ പറയൂ. ഞാൻ ശ്രീമതി സംസാരിച്ചോട്ടെ സമയം ഞാൻ പറയട്ടെ. ഒന്നാമത്തെ കാര്യം വളരെ ക്ലിയർ ആണ്. എന്നെ ആർക്കും ചതിക്കാനും പറ്റിക്കാനും പറ്റിയിട്ടില്ല. ഈ ഗവൺമെന്റിനെ സാധിച്ചിട്ടില്ല. കൃത്യമായി നിയമം പറയാനാണ് എന്നെ ഇവിടെ ഇരുത്തിയെങ്കിൽ ഞാൻ പറയുന്ന നിയമം നിങ്ങൾ കേൾക്കൂ. സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്. പബ്ലിക് ഓർഡർ, ഞാനൊരു ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ ആ ക്ഷേത്രത്തിൽ ബോംബിടുന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ അങ്ങോട്ട് വിടില്ല ഗവൺമെന്റ്. അങ്ങനെയാണ് ഈ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുള്ളൂ. പബ്ലിക് ഓർഡർ, ലോ ആൻഡ് ഓർഡർ നോക്കേണ്ട ഉത്തരവാദിത്തം ഈ ഗവൺമെന്റിനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം കോൺസ്റ്റിറ്റ്യൂഷനെ പ്രൊട്ടക്ട് ചെയ്യലാണെങ്കിലും സബ്ജക്ട് ടു പബ്ലിക് ഓർഡറും മൊറാലിറ്റിയും അതുപോലെ തന്നെ ഹെൽത്തും വെച്ച് മാത്രമേ റൈറ്റ് ടു കോൺഷ്യസ്, ഫ്രീഡം ഓഫ് കോൺഷ്യസും ഫ്രീഡം ഓഫ് റിലീജിയനും സാധ്യമാവുള്ളൂ എന്ന് ആർട്ടിക്കിൾ 25 പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഭരണഘടന വ്യാഖ്യാനിച്ച ശബരിമല ജഡ്ജ്മെന്റ് 2018 ജഡ്ജ്മെന്റ് വുഡ് ബി എൻഫോഴ്സ്ഡ് അണ്ടിൽ ദ റിവ്യൂ പെറ്റീഷൻ എന്ന് കൃത്യമായി സുപ്രീം കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത് സുപ്രീം കോടതി? 5 കാര്യങ്ങൾ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, കേരള ഹിന്ദു പ്ലേസസ് ഓഫ് വർഷിപ്പ് അതോറിറ്റേഷൻ ഓഫ് എൻട്രി, അകത്തേക്ക് കടക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമം, അതാണ് ഈ സർക്കാർ ഉണ്ടാക്കിയ നിയമം. ആ നിയമം 1965 എല്ലാ ടെമ്പിളുകളും തുറന്നു കൊടുത്ത നിയമത്തിന്റെ അകത്ത് ഒരു റൂൾ ഉണ്ടാക്കിക്കൊണ്ട് സ്ത്രീകളെ 3B വെച്ചിട്ട് സ്ത്രീകളെ 10 മുതൽ 50 വരെ സ്ത്രീകളെ മാറ്റി നിർത്തി. അങ്ങനെ തുറന്നു കൊടുത്ത നിയമത്തിൽ എങ്ങനെ നിങ്ങൾക്ക് ഹഡിൽസ് വെക്കാൻ പറ്റി എന്നതാണ് ഒരു ചോദ്യം. അങ്ങനെ ഹഡിൽസ് വെക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെന്റ്. രണ്ടാമത്തെ ജഡ്ജ്മെന്റ് ഉണ്ട്. ഞാൻ പറയാം നിയമത്തിലല്ല, അതിന് റൂൾസിലുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് കൃത്യമായി തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എന്ന ഓക്കെ ശരി, സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവര് മാറ്റി നിർത്തപ്പെട്ട ആളുകളാണോ? അല്ല, അത് പാടില്ല എന്ന് കൃത്യമായി തന്നെ ആർട്ടിക്കിൾ 14-ന്റെയും 15-ന്റെയും അതുപോലെ പ്രൊഹിബിഷൻ ഓഫ് അൺടച്ചബിലിറ്റിയും പറഞ്ഞ് ആ ഇഷ്യൂ ഡിസ്കസ് ചെയ്തു. സ്ത്രീകൾക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. അയ്യപ്പ ഭക്തന്മാർ ഒരു പ്രത്യേക ഡിനോമിനേഷനാണോ? അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് അപ്പൊ വളരെ ക്ലിയർ ആണ് സുപ്രീം കോടതിയുടെ 5 തീരുമാനങ്ങൾ. അതുപോലെ തന്നെ വളരെ ക്ലിയർ ആണ് സർക്കാരിന്റെ നിലപാടും. പക്ഷേ ഇവിടെയുള്ളത് എന്താ? അയ്യപ്പ വിശ്വാസ സംഗമം. അപ്പൊ അയ്യപ്പ വിശ്വാസ സംഗമത്തിന് മുൻപില് ശബരിമല അയ്യപ്പ വിശ്വാസ സംഗമം എന്ന് കൂടി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈ വിഷയം ചർച്ച നന്നാകുമായിരുന്നു. കാരണം ശബരിമല അയ്യപ്പനാവണമെങ്കിൽ, ശബരിമല അയ്യപ്പനെ വിശ്വസിക്കണമെങ്കിലും അവിടേക്ക് പോകണമെങ്കിലും സ്ത്രീകൾക്ക് അനുവാദമുണ്ടോ ഇല്ലയോ, സുപ്രീം കോടതി വിധി നടപ്പിലാക്കുമോ ഇല്ലയോ എന്നാണ് ചോദ്യം. പക്ഷെ അയ്യപ്പന്റെ അമ്പലത്തിലേക്ക് അല്ലല്ലോ പോകുന്നത്. ഒരു സ്ഥലത്ത് ഗ്ലോബൽ മീറ്റ് നടത്താൻ പോലും സ്ത്രീകളെ നിങ്ങൾ കയറ്റില്ലേ? ഇവിടെയാണ് ചോദ്യം വ്യത്യാസം. മറ്റേ സ്ഥലത്ത് പോകുമെന്ന കാര്യം ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞു. ഇനി അവരവിടെ അഫിഡവിറ്റ് മാറ്റുന്നത് വരെ ഈ ഗവൺമെന്റിനെ വിശ്വസിച്ചേ പറ്റൂ. പാർട്ടിയാണ് അടുത്ത കാര്യം തീരുമാനിക്കുന്നത്. പാർട്ടിയുടെ തീരുമാനം. പാർട്ടി പറയുന്നത് പാർട്ടിയും ഗവൺമെന്റും വേറെ വേറെയാണ്. സിഎം ആയിട്ടുള്ള പിണറായി വിജയൻ കൊടുക്കേണ്ട ഉത്തരം ഭരണഘടനാ പ്രകാരം സുപ്രീം കോടതി കൊടുക്കേണ്ട ഉത്തരം ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. അവര് കൊടുക്കട്ടെ, അവര് അഫിഡവിറ്റ് മാറ്റി കൊടുക്കട്ടെ, എന്നിട്ട് പറയാം. അവർ അഫിഡവിറ്റ് മാറ്റാൻ തയ്യാറാകുമോ? അത് ദേവസ്വം ബോർഡാണ് തീരുമാനിക്കുന്നതാണ് ഇപ്പോൾ പറയുന്നത്. നിലവിലൊരു യുവതി ശബരിമല ക്ഷേത്രത്തിൽ വന്നാൽ സർക്കാർ കേറ്റുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇപ്പൊ ആശ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള സർക്കാരാണല്ലോ. നിലവിലൊരു യുവതി ശബരിമല ക്ഷേത്രത്തിലേക്ക് വന്നാൽ കേറ്റും. പിണറായി വിജയന്റെ ഗവൺമെന്റ് കേറ്റുമോ? അതാണ് ഡ്യൂട്ടി. ദാറ്റ് ഈസ് ദി ഡ്യൂട്ടി ഓഫ് ദി ഗവൺമെന്റ്. അല്ല, ഡ്യൂട്ടി അതാണ്. അതെ, നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടാണ്. നവോത്ഥാന മൂല്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം സമയം പൂർണ്ണമായി നവോത്ഥാന മൂല്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഹിന്ദുവിന്റെ മെക്കെട്ടുകാരുക എന്നല്ലാതെ ആശ ഉൾപ്പെടുന്ന ഒരാളും മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങളുടെ കാര്യത്തിൽ ഇടപെടാറില്ല. സ്മൃതി, അവിടെ ഇപ്പൊ ശരീരത്തിന്റെ കാര്യത്തിൽ ഇടപെടുവോ? ആശയ്ക്ക് വല്ല അഭിപ്രായം ഉണ്ടോ കാര്യത്തിൽ? ഒരു വനിതാ മതിൽ ഉണ്ടാക്കുമോ അതിന്റെ കാര്യത്തിൽ? അതിന് വേണ്ടിയിട്ട് ഈ നവോത്ഥാന മൂല്യങ്ങൾ എന്ന് പറഞ്ഞ് ഹിന്ദുവിന്റെ മെക്കലിന്റെ വിശ്വാസം അവിടെ മാത്രമേ നമുക്ക് അടുത്ത ദിവസം ഈ വിഷയം വരുമല്ലോ, അപ്പോൾ ചർച്ചയ്ക്ക് ഇരിക്കാം. വളരെ നന്ദി. Debate with Smriti Parittikad.